ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ടു മുമ്പ് വരെ സുശക്ത രാജഭരണം നിലനിർന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു തിരുവിതാംകൂർ. അന്നത്തെ വിശാലമായ തിരുവിതാംകൂറിനെ ഭരിച്ച രാജ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം, വിദ്യാലയ പ്രവേശന സ്വാതന്ത്ര്യം തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇന്ത്യക്ക് തിരുവിതാംകൂർ രാജഭരണം മാതൃകയായി മാറിയിരുന്നു. രാജഭരണ കാലത്തെയും ഇന്നത്തെ ജനാധിപത്യ കാലത്തെയും അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പുരുഷനാണ് മഹാരാജാവ്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായി നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ സജീവ സാക്ഷിയോ പങ്കാളിയായ മഹാരാജാവുമായിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. അങ്ങയുടെ കുട്ടിക്കാല അനുഭവങ്ങളെ പറ്റി കുറച്ച് പറയാമോ? എങ്ങനെയായിരുന്നു എന്നുള്ള? കുട്ടികൾക്ക് ഏത് വയസ്സ് മുതൽ? ചെറുതായിട്ട് 3 പേരും കൂടെ കൊട്ടാരത്തിൽ അവിടെ കുന്തവിലാസം കൊട്ടാരത്തിൽ താമസിച്ചപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ട്. 1922 ഞാൻ ജനിച്ചത്. സുന്ദരവിലാസം കൊട്ടാരത്തിൽ ആയിരുന്നു. അപ്പോൾ എൻ്റെ മുകളിൽ ഇപ്പോഴത്തെ മഹാറാണിയും ലേറ്റ് ഹിസ് ഹൈനസും ഉണ്ടായിരുന്നു. അപ്പോൾ 24 ആയപ്പോൾ ഞങ്ങൾ കവടിയാർ കുന്നിലേക്ക് മാറി. കോട്ടയ്ക്കകത്ത് വളരെ ഇടുങ്ങിയ സ്ഥലം, അവിടെ അഗ്രഹാരങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ ഒരു സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് കുറച്ചൊരു കാറ്റുള്ള ദിക്കിലേക്ക് മാറാനായിട്ട് പോയി. അതേസമയത്ത് തന്നെ സീനിയർ മഹാറാണി തിരുമനസ്സുകൊണ്ട് പൂജപ്പുരയ്ക്കും മാറി, ഞങ്ങൾ കവടിയാറിലേക്കും മാറി. അപ്പോൾ ഇപ്പോൾ കവടിയാറിൽ കാണുന്ന ആ നടുഭാഗമുള്ള 2 നിലയുള്ള കെട്ടിടമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പുറകിലൊരു വാല് പോലെ ഒരു 4 കെട്ടും അടുക്കള, അത് ഞങ്ങൾ മടപ്പള്ളി എന്ന് പറയും, അതായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ 34 എൻ്റെ അമ്മ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഈ രീതിയിൽ കെട്ടണമെന്ന് പറഞ്ഞ് ഒരു 8 മാസത്തിനകം ഇപ്പോൾ കാണുന്ന കെട്ടിടം കെട്ടിത്തീർത്തു. അപ്പോൾ ഞങ്ങളൊരു 6-7 മാസം ഇവിടെ താമസിച്ചു. അപ്പോഴാണ് കെട്ടിത്തീർന്നത്. അപ്പോൾ അന്ന് കുട്ടിക്കാലത്ത് വളരെ എളുപ്പമായിരുന്നു ജീവിതം. ഇന്ന സമയത്ത് എണീക്കണം, ഏത് രീതിയിൽ എണീക്കണം, എന്ത് ചെയ്യണം, കുതിരസവാരിക്ക് പോകണം, തിരിച്ചു വരണം, പള്ളിക്കൂടത്തിൽ പോകണം, ഇത്ര നേരം പഠിക്കണം, പിന്നെ കുളിക്കാൻ പോകണം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരണം, കുറച്ച് നേരം കുടുംബത്തിൻ്റെ കൂടെ ചിലവ് കഴിക്കണം, 2 മണിക്ക് തിരിച്ച് പഠിക്കാൻ പോകണം, 4 വരെ പഠിക്കണം, 4ക്ക് പാൽ കുടിക്കാൻ വരണം, പിന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കവടിയാർ കുന്നിനകത്ത് തന്നെ 1 കുതിരയെ കിട്ടിയ വണ്ടി, 2 കുതിരയെ കിട്ടിയ വണ്ടി, 4 കുതിരയെ കിട്ടിയ വണ്ടി ഓടിച്ച് ശീലിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം കളിക്കും. ക്രിക്കറ്റ് ഒഴിച്ച് എല്ലാ കളിയും കളിച്ചിട്ടുണ്ട്. ഫുട്ബോൾ, ഹോക്കി, ടെന്നീസ്, ടെന്നീസ്, ബാഡ്മിൻ്റൺ, ഇതെല്ലാം കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹോംവർക്കിന് പള്ളിക്കൂടത്തിൽ വരും. അപ്പോൾ ആരും ഒന്ന് ലെക്ചർ ചെയ്യും. അപ്പോൾ 35 കഴിഞ്ഞപ്പോൾ സർ CP തന്നെ വന്ന ഒരു ½ hour പഠിപ്പിക്കും. അല്ലാണ്ട് ഹോംവർക്ക് ചെയ്തിട്ടേ ഇല്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ തിരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതും ഞാൻ കോളേജിൽ പോയിട്ടില്ല, പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. പക്ഷേ ഞാൻ ഗ്രാജുവേറ്റാണ്, ഫാമിലിയിലെ 2ാമത്തെ ഗ്രാജുവേറ്റാണ്. ആദ്യത്തെ ഒരു രാജകുടുംബത്തിലെ ഒരു ഗ്രാജുവേറ്റ് ഇന്ത്യയിൽ ഒട്ടാകെ രാജകുടുംബത്തിൽ വന്നത് തിരുവിതാംകൂറിൽ നിന്നാണ്. 1891 ഫസ്റ്റ് പ്രിൻസ് ഓഫ് ട്രാവൻകോർ അശ്വതി തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആദ്യം ഗ്രാജുവേറ്റ് ചെയ്തത്. അപ്പോൾ മാസ്റ്റർമാർ മാറിക്കൊണ്ടിരിക്കും, ഞാൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ മലയാളം, സംസ്കൃതം, ഹിന്ദി, പിന്നെ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർമാർ വരും, അവരെ 1 മണിക്കൂർ പഠിപ്പിക്കും. അവർ തിരിച്ച് പോകുമ്പോൾ പാലസ് ഓഫീസിൽ പോകും, ഒരു കടലാസ് എഴുതി വയ്ക്കും, ഫെയർ, ഗുഡ്, എക്സലൻറ്റ്. അപ്പോൾ ഈ ചിറ്റ് 11 മണിക്ക് ഹൈനസിൻ്റെ മേശപ്പുറത്ത് പോകും. അപ്പോൾ ഡെയിലി എക്സാമിനേഷനാണ്. ഒരു ദിവസവും നമുക്ക് റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കും. അത് വാക്കിന് പോലും ശ്രദ്ധ ഉണ്ടായിരുന്നു. സ്ലാങ് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്ന് വെച്ചാൽ ദിസ് ഇസ് ഓൾ റൈറ്റ്, ഉടനെ ഓക്കെ എന്ന് പറയും. അത് പറയാൻ പാടില്ല എന്നത്, അത് അമേരിക്കൻസമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഉടൻ തന്നെ മാസ്റ്ററെ വിളിച്ച് ശാസിച്ചു, പറയാൻ പാടില്ല. അത്ര ശ്രദ്ധിച്ചാണ് വളർത്തിക്കൊണ്ടത്. അപ്പോൾ ഏത് കാര്യം ചെയ്താലും നല്ലവണ്ണം ചെയ്യണം. കുതിരസവാരി ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം കുതിരസവാരി ചെയ്യണം, അതിന് പ്രൈസ് വാങ്ങിക്കണം. ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എൻഡ്യൂറൻസ് വേണം. ടെന്നീസ് ആണെങ്കിൽ കപ്സ് വാങ്ങിക്കണം, ഗോൾഫ് ആണെങ്കിൽ കപ്സ് വാങ്ങിക്കണം. ഇതൊക്കെ ആ ശ്രദ്ധ കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അതുപോലെ ഹോബീസ്, സ്റ്റാമ്പ് കളക്ടിങ് ഉണ്ടായിരുന്നു. ഇനി ഫിലാറ്റലി എന്നാണ് പറയുന്നത്.
പിന്നെ ക്യാമറ കൊണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരാളെ കൊടുത്തു, ഒരാൾക്ക് ഒരു സൂവിനിയർ ഈ കോളത്തിനെ പറ്റിയൊരു ലേഖനം വേണം. ഇപ്പോൾ പഴയ പടങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു 6 കൊടുത്തു. ഒരു 10 മിനിറ്റ്സ് മതി എടുത്ത് കൊടുക്കാൻ. ഒരു 4500-5000 നെഗറ്റീവ്സ് ഇപ്പോഴും ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്സ് എന്തൊക്കെയായിരുന്നു പഠിക്കാൻ? ശരിക്കും വളരെ ഇഷ്ടമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? അന്ന് കോളേജ് വരുന്നവരെ നമുക്ക് ചോയ്സ് ഇല്ല, പഠിക്കണം എന്നേ ഉള്ളൂ. പിന്നെ വന്നപ്പോൾ ഞാൻ എടുത്തത് ആദ്യം ഇൻ്റർമീഡിയറ്റ് എടുത്തത് ലോജിക്കും ഹിസ്റ്ററിയുമായിരുന്നു, സംസ്കൃതവും. BA-ക്ക് വന്നപ്പോൾ സംസ്കൃതവും എക്കണോമിക്സും പൊളിറ്റിക്സും അത് ആവശ്യമില്ലായിരുന്നു, ഹിസ്റ്ററിയുമാണ് പാസ്സായത്. തിരുവിതാംകൂറിലെ റോയൽ ഫാമിലി എന്നുള്ള നിലയ്ക്ക് ഒരു നോർമൽ ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ പറ്റുമോ? കളിച്ചും വളർന്നും അത് വളരെ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു? കുട്ടിയായിട്ട് തന്നെ കളിച്ചു വന്നു. പക്ഷേ ഒരു പരിധിവരെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കൂടെ ആരും കളിക്കാൻ വരികയാണെങ്കിൽ ആരെങ്കിലും വരില്ല, നോക്കി ഉള്ള കുട്ടികളായിരിക്കും വരുന്നത്. അതുപോലെ പ്രായമായി കഴിഞ്ഞപ്പോഴും എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ടെന്നീസ് കളിക്കാനായിട്ട് ട്രാവൻകോർ സിവിൽ സർവീസ് ഓഫീസേഴ്സ്, TCS എന്ന് പറയും, പട്ടാളത്തിലുള്ള ഓഫീസേഴ്സും കളിക്കാൻ വരും. അപ്പോൾ വലിയ ഹൈനസിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രായമാകുമ്പോൾ ഒരു കാലം വരുമ്പോൾ ഓഫീസേഴ്സ് സിവിൽ ആൻഡ് മിലിറ്ററി നമ്മൾക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളായിരിക്കും, കൂടുതലൊരു രഞ്ജന വരാനായിട്ട്. അതായിരുന്നു അന്നത്തെ ഐഡിയ. അന്ന് പക്ഷേ അന്നിങ്ങനെ പോകുമ്പോഴൊക്കെ കളിക്കാൻ പോകുമ്പോഴും എല്ലാം എങ്ങനെയായിരുന്നു? ജ്യേഷ്ഠനുമായിട്ട് എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് ലേറ്റ് ഹൈനസ് ചിത്ര തിരുനാളായിട്ട്? ലക്ഷ്മണന് രാമനെ പറ്റി അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നല്ല സുഹൃത്തുക്കളായിട്ട് വളരെ ഇപ്പോഴും ഒരിക്കലും എന്നെ ശാസിച്ചിട്ടില്ല. ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, പ്രസിഡന്റ് നാരായണൻ അത് ഉദ്ധരിച്ച് പറഞ്ഞു തിരുവനന്തപുരത്തോട്ട് ലെക്ചറിൽ, എന്ത് പറഞ്ഞാലും ഉടൻ എനിക്ക് കേൾക്കുക എന്നല്ലാണ്ട് അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അപ്പോൾ അതിന് പരസ്യമായിട്ട് പോയി മാപ്പി ചോദിക്കാൻ പറഞ്ഞു, ശേവക്കാരൻ്റെ ഒക്കെ. അത് എഴുതിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഒരിക്കലും ഇപ്പോഴും 2 വാക്ക് സഫ്രനെ പറ്റി പറയാൻ പ്രയാസമാണ്. ഇപ്പോഴും ആ ബന്ധം വളരെ അടുത്താണ്. ഒരു അബദ്ധവും പറ്റി എനിക്ക്. 1871 ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് കെട്ടിയത്. അപ്പോൾ ഐലൻഡ് നടന്ന ഹരജമാണ് കെട്ടിച്ചത്. അപ്പോൾ ഉടൻ തന്നെ സെക്രട്ടറി അസോസിയേഷൻ ഉണ്ടാക്കി, ആളുകൾക്ക് ക്ലബ്ബ് പോലെ വേണമെന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അസോസിയേഷൻ്റെ ഒരു 100th ആനിവേഴ്സറിക്ക് എന്നെ വിളിച്ചു, ആലോചിക്കേണ്ടത് സമ്മതിച്ചു. അപ്പോൾ 2 വാക്ക് പോലും എനിക്ക് മിണ്ടാൻ വയ്യ. ഈ ദർബാർ ഹാളിൽ വെച്ചാണ് 1931 മുതൽ 1991 വരെ പലതും ഞാൻ കണ്ടിട്ടുള്ളത്. 1931 ജേഷൻ തിരുവനന്തപുരം സാർ രാജ്യഭാരം ഏറ്റു. ഇത് മുതൽ 1991 തമ്പുരാനെ ദേഹം അവിടെ കിടത്തിയത് മുതൽ ഓർമ്മ വന്നു. എനിക്കൊരു വാക്ക് പോലും ഉണ്ടാൻ സാധിച്ചിട്ടില്ല. അന്ന് ഇന്നും അത് ആ ഓർമ്മ വളരെ പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ആരാധിക്കേണ്ട പുരുഷൻ, ഒരു കുടുംബത്തിലെ കാരണവൻ, രാജ്യത്തിലെ ഭരണം നടത്തുന്നയാൾ, ഈ രാജ്യത്തിൽ പല രീതിയിലുണ്ടെങ്കിലും എല്ലാത്തിനും ആ സ്നേഹം ഒരിക്കലും മാറിയിട്ടില്ല. അങ്ങയെപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങ് വേഷം മാറിയൊക്കെ ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട് പട്ടണത്തിലൊക്കെ. അതൊക്കെ സത്യമാണോ? അതൊരു കഥകളാണ്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുതിരയ്ക്ക് ഇത്ര സ്ഥലം മതി നടക്കാനായിട്ട്. തിരുവനന്തപുരത്ത് ഒരു ഇഞ്ച് പോലും ഭൂമി വിട്ടിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, വയലിലും ഇടുക്കിയ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ജീവിതവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 31-2 മറ്റേ കുഴൽ വെള്ളം വന്നു. അപ്പോൾ പോകുമ്പോൾ എപ്പോഴും കയറും കൊണ്ടേ പോകും. എവിടെയെങ്കിലും ഒരു കുഴയിൽ ഇങ്ങനെ വെള്ളം പോകുന്നത് കണ്ടാൽ അപ്പോൾ കുതിര നിർത്തി ആളെ കൊണ്ട് കെട്ടിക്കും. എന്നിട്ട് കൊട്ടാരത്തെ പോലെ വിളിച്ച് പറയും, ഇപ്പോഴത്തെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നു എന്ന്. ഇപ്പോൾ തുമ്പിക്കൈ പോലെ പോകുന്നു, എന്ത് ചെയ്യാൻ നോക്കും? നമുക്ക് വെള്ളം ഇല്ലാണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അവർ നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചെയ്യാൻ നിർത്തിയില്ല. തിരുവനന്തപുരം അന്ന് വളരെ പരിശുദ്ധമായൊരു നഗരമായിരുന്നു. ഒരു നാറ്റവുമില്ലായിരുന്നു. കാണാം കേൾക്കാം, ഇപ്പോൾ കാണാം കേൾക്കാം മണക്കാം, അങ്ങനെ ഒരു സ്ഥിതിയായിപ്പോയി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ തെറ്റുകൊണ്ടാണ്. പണ്ടാണെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ പത്മതീർത്ഥ കുളമുണ്ട്. ഇതിന് മരുന്നും വഴി അണയുന്ന കൊച്ചാറ് വഴി ഒരു
ചാല് വെട്ടിയിട്ട് ഊറ്റും ഈ വെള്ളം കൊണ്ടാണ് നിറച്ചുകൊണ്ടിരുന്നത്. അതിന് മുകളിലൊക്കെ ഇപ്പോൾ കെട്ടിടം കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ വെള്ളം വരില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്? അതുപോലെ പാത്രക്കുളം, പത്മതീർത്ഥം, പാത്രക്കുളം, പിന്നെ പാർവതി പുത്തനാർ, അങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പാത്രക്കുളം നികത്തി ഇപ്പോൾ അഭയദാശനമായി കഴിഞ്ഞു, മറ്റേ തീർത്ഥവാദ മണ്ഡപമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ പിന്നെ മനുഷ്യന് അതിന് ബുദ്ധിമുട്ട് സഹിക്കാനേ നിർത്തിയുള്ളൂ. അല്ല, ഇതിലിപ്പോൾ സത്യമുണ്ടോ? അപ്പോൾ അങ്ങ് ശരിക്കും ഇങ്ങനെ ആൾ മാറി, ആൾ വേഷം മാറിയൊക്കെ നടന്നിട്ടുണ്ട്? മാറിപ്പോയിട്ടില്ല, ഉള്ള രീതിയിലേ പോയിട്ടുള്ളൂ. അതൊക്കെ വെറുതെ കഥകളാണല്ലേ അപ്പോൾ പറയുന്നത്? ഇങ്ങനെ വേഷം മാറി പോയിട്ടില്ല, ഒരിക്കലും അങ്ങനെ വേഷം മാറി പോയിട്ട് ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പം പലതിലും പോയിട്ടുണ്ട്, അറിയാണ്ട് പോയിട്ടുണ്ട്, അറിഞ്ഞു പോയിട്ടുണ്ട്. പോയിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടൊന്നും തോന്നുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് പുതിയ സാരി ചെയ്യാനോ കാർ ഓടിക്കാനോ ഒന്നും ഒരു സംശയവും ഇല്ല. ഈ വയസ്സിൽ എനിക്കിപ്പോൾ 80 വയസ്സായി. പക്ഷേ കൂടെ കുടുംബത്തിലുള്ളവരൊക്കെ ആ ഒരു നമുക്ക് റിഫ്ലക്സസ് ഇപ്പോൾ ശരിയായിട്ടുണ്ടോ, ഒരു അപകടം വരുമില്ലയോ, ഇപ്പോൾ എല്ലാം കുറ്റമാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന അബദ്ധമാണ്, അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഒരു സംശയം എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടില്ല. അങ്ങ് അതുപോലെ തന്നെ ധാരാളം എബ്രോഡൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം പോയിട്ടുള്ളൂ. അല്ല, അതെ, അങ്ങ് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങ് എഴുതിയിട്ടുണ്ട്, പ്യൂണായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ. അതിനെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അനുഭവം? 47 കഴിഞ്ഞപ്പോൾ ജീവിതത്തിന് വലിയൊരു മാറ്റം വന്നു. രാജ്യം ഇല്ലാണ്ടായി. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ആ കാലത്ത് എനിക്ക് ചുമ്മാ ഇരിക്കാനുള്ള പ്രായമായിട്ടില്ല, വല്ലതും ചെയ്യാനുള്ള ഒരു സൗകര്യവുമില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറിയത്, കുട്ടികളെ പഠിപ്പിക്കാനും വല്ലതും ചെയ്യാനുമായിട്ട്. അവിടെ ഒരു ഫാക്ടറി നടത്തി. അപ്പോൾ ഫാക്ടറി നടത്തിയപ്പോൾ മാനേജർ പറഞ്ഞു, അത് എങ്ങനെ നടത്തണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്ത്യ വല്ലത്തും പോയാൽ അവർ ബഹുമാനമായിട്ടേ പെരുമാറും, അത് പാടില്ല. അപ്പോൾ ഇംഗ്ലണ്ടിൽ അയച്ചു. പ്ലിമത്ത് ന്യൂസിൽ പോയി ഒരു മാസം 1.5 മാസം കൂടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഈ ലൂബ്രിക്കേഷൻ എക്വിപ്മെൻ്റാണ് ഉണ്ടാക്കുന്നത്. കാർ കഴുകാനും അതിന് ഓയിൽ കൊടുക്കാനും കാറിനെ പൊക്കാനും ഇങ്ങനെ പലതും ചെയ്യും. കാർ കഴുകാനൊരു യന്ത്രമുണ്ട്, ഏകദേശം ഈ കാറിൻ്റെ 3/4 വലുപ്പം വരും. അതിൽ നിന്ന് പല പൈപ്പുകളുണ്ട്. അത് ഒരു കാറിൽ കണക്ട് ചെയ്താൽ മതി, ഒരു 10 മിനിറ്റ് കഴുകി തരും. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിച്ചു. അതിപ്പോൾ ഇസ്രയേലിൽ ഉണ്ട്, അവർ മാർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ പൊക്കാൻ കൺവെയൻസ് എന്നൊരു സാധനമുണ്ട്. പൊക്കത്തിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് താഴ്ന്ന സ്ഥലത്തേക്ക് അടിയിലിങ്ങനെ കൈപോലെ വെച്ചിട്ട് യന്ത്രം ഓടിച്ചാൽ അതിങ്ങനെ പൊങ്ങി വരും, അങ്ങോട്ട് തള്ളി കയറ്റിച്ചാൽ മതി. അത് ഓടിച്ചിട്ടുണ്ട്, അതിനൊക്കെ പടങ്ങളുണ്ട്. ഒന്നിലും ഒരു മടി കാണിച്ചിട്ടില്ല. അതൊരു ഇങ്ങനത്തെ അനുഭവമായിരുന്നു അത്. ഇവിടുത്തെ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ അതൊരു വ്യത്യാസമായിട്ട് തോന്നിയോ? അത് ഇഷ്ടപ്പെട്ടോ? അതെങ്ങനെയായിരുന്നു അനുഭവം, ഇങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്തതും? അത് ഒരു ദിവസം അത്രേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ട് ഒന്നിനും തോന്നിയിട്ടില്ല. അത് ജേഷൻ ജിൻസിനെ പറ്റി പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ മാറ്റം വന്നപ്പോൾ പേപ്പറിൽ എഴുതി, ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ചെയ്തത്, ഫ്രം രാജ ടു ദാസ ഗ്രേസ്ഫുള്ളി. അത് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി നടന്നുകൊണ്ടിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കണം. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അങ്ങേർക്ക് എന്തായിരുന്നു അങ്ങയുടെ ഫീലിംഗ്? ബ്രിട്ടീഷ് പോകണമെന്നും അതോ രാജ്യം പോകുന്നതിൽ വിഷമം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അങ്ങേക്ക് തോന്നിയത്? അങ്ങയുടെ അനുഭവം എന്തായിരുന്നു അപ്പോൾ? ബ്രിട്ടീഷുകാർ പോകണം, അതിലൂടെ രാജ്യം കൂടെ പോകണ്ടായിരുന്നു. രാജ്യം പോയത് നമുക്ക് മാത്രം ദുഃഖത്തിൽ പോയി. എല്ലാ രാജ്യവും വലുതായി, നമ്മൾ ചെറുതായി. കർണാടക എടുത്തപ്പോൾ ബെൽഗാമും അതൊക്കെ ബോംബെയിൽ നിന്ന് കിട്ടി. മൈസൂർ ചേർന്നു. ഹൈദരാബാദ് വലുതായി, എല്ലാം വലുതായി. രാജസ്ഥാൻ വളരെ വലുതായി. നമുക്കെന്ത് പറ്റി? കേരളം ഉണ്ടായി. നെയ്യാറ്റിൻകര കഴിഞ്ഞുള്ള നല്ല നെല്ല് ഉണ്ടാകുന്ന ഭൂമിയൊക്കെ കൊടുത്തു, ചെങ്കോട്ടയും കൊടുത്തു. അപ്പോൾ അതും കൂടെ വെച്ചോണ്ട് വലുതാവണമായിരുന്നു. അപ്പോൾ അങ്ങനെ ദുഃഖമുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ചെറുതാകാനുള്ള ആവശ്യം വന്നു? നമുക്ക് എപ്പോഴും വലുതാകേണ്ടതാണ്. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഈ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ HAL ഉണ്ട്, BEL ഉണ്ട്, ടെലിഫോൺ ഇൻഡസ്ട്രി, ഇതൊക്കെ ഇവിടെ നടക്കേണ്ടതായിരുന്നു. നമുക്ക് പാണ്ഡിത്യം ഉണ്ട്, കരകൗശലമുണ്ട്. എന്തുകൊണ്ട് ഈ ഫാക്ടറീസൊക്കെ അവിടെ പോയി? ഇവിടെയല്ലേ നടക്കേണ്ടത്? അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വഴക്ക് പിടിക്കാൻ തോന്നിയ പിന്നെ ആരും വരില്ല. അതാണ് വലിയൊരു കഷ്ടം. അവിടെ ഞാൻ ഫാക്ടറി നടത്തുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഫാക്ടറി എടുത്തപ്പോൾ ഒരു 70 ജോലിക്കാരുണ്ടായിരുന്നു. 1-2 മലയാളികൾ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവിടുത്തെ ആളിലും തമിഴ്നാട്ടും ഒക്കെയാണ്. അപ്പോൾ ആരെയും ഞാൻ മാറ്റിയില്ല. പക്ഷേ ഒഴിവ് വന്നപ്പോൾ ഞങ്ങൾ ആളെ ആക്കി.
ഏകദേശം 50% കൂടുതലൊക്കെ അവർ വഴക്ക് കൊടുത്തു. അപ്പോൾ എന്നെ എൻ്റെ പ്രതിമ ഉണ്ടാക്കും, വൈക്കോൽ ഉണ്ടാക്കും, തീ വയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു സ്ട്രൈക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ അബദ്ധ ബുദ്ധി തോന്നുന്ന വരുന്നുണ്ട്. അതാണ് കുഴപ്പം. ഒരാവശ്യമില്ലാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ കൂടുതൽ നമുക്ക് പുരോഗമിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയാൽ അന്യനുണ്ടാക്കുന്ന സാധനം നാം വിൽക്കുന്നു, അതിൽ നിന്നൊരു സ്വല്പം ലാഭം ഉണ്ടാക്കുന്നു. അവൻ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഉപയോഗം നോക്കും. അത് പാടില്ല. നമ്മൾ പ്രയത്നിച്ച് വല്ലതും ഉണ്ടാക്കണം, എന്നാലേ ഗുണമുള്ളൂ. ക്ഷേത്രപ്രവേശന വിളംബരം, വിദ്യാലയ പ്രവേശന സ്വാതന്ത്ര്യം, ഇതൊക്കെ മഹാരാജാവ് ഏർപ്പെടുത്തിയെന്നാണല്ലോ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പല പുസ്തകങ്ങൾ പറയുന്നുണ്ട് ഇത് മുഴുവൻ സർ CPയുടെ ഒരു കാര്യം കൊണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ. അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി? ഇങ്ങനെ എനിക്കിപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ കാറിൽ കയറുന്നു. ഞാനാണ് നിശ്ചയിക്കുന്നവിടെ പോകുന്നത്. പക്ഷെ ഓടിക്കുന്നതാരാണ്? ഞാനല്ലല്ലോ, ഡ്രൈവറാണ്. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് പ്രവൃത്തി ചെയ്യേണ്ടത്. ഇലക്ഷൻ നടക്കുന്നു, അസംബ്ലി ഉണ്ടാക്കുന്നു, ക്യാബിനറ്റ് ഉണ്ടാക്കുന്നു, അതിന് ചീഫ് മിനിസ്റ്ററുണ്ട്. ചീഫ് മിനിസ്റ്ററാണ് നടത്തുന്നത് വിത്ത് ക്യാബിനറ്റ്. അപ്പോൾ പക്ഷേ ഫൈനൽ റെസ്പോൺസിബിലിറ്റി തിരിച്ചു നോക്കുമ്പോൾ പീപ്പിൾക്ക് വരുന്നു. അതുപോലെ മഹാരാജാവിൻ്റെ അഭിപ്രായങ്ങളെ ചീഫ് എക്സിക്യൂട്ടീവ് നടത്തി വയ്ക്കുന്നു. അതാണ് പ്രധാനമായിട്ട്. മഹാരാജാവ് വളരെ ദയാശീലനും പ്രജകളോടൊക്കെ അത്യന്തം ഇഷ്ടമുള്ള ഒരാളായിട്ടാണ് നമ്മൾ ചരിത്രം തന്നെ കുറിച്ചിട്ടുള്ളത്. എന്നിട്ടും പുന്നപ്ര വയലാർ ഒരു അൺടോൾഡ് മിസ്റ്ററിയാണ്. അവിടെ അതെങ്ങനെയത് സംഭവിച്ചു? എല്ലാവർക്കും അറിയാൻ ആശങ്കയുണ്ട്. അങ്ങ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്തായിരുന്നു അന്നത്തെ ശരിക്കും ഉണ്ടായതെന്ന്? ഉചിതം മിണ്ടാണ്ടിരിക്കുകയാണ്. കാര്യം തെറ്റാണ് ആര് ചെയ്താലും. അപ്പോൾ അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, മഹാരാജാവിൻ്റെ തിരുനാൾ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും പോലീസും പട്ടാളവും ഒക്കെ തിരുവനന്തപുരത്തേക്ക് വന്ന് കൂടി. ആ സമയത്താണ് അവിടെ ഈ ഒരു ബഹളം ഉണ്ടായത്. ആ ബഹളത്തിൽ 3 കാര്യമാണ്. ഒരു സബ് ഇൻസ്പെക്ടറെ ഒരു ജീപ്പിൽ വെച്ച് കാറിട്ട് കെട്ടിയിട്ട് പെട്രോൾ ടാങ്കിൽ തീപ്പെട്ടി ഇട്ടു. പിന്നെ വേറൊരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ചേർത്തല മണ്ണിൽ കുഴിച്ച് വെച്ചിട്ട് മുള കൊണ്ട് കുത്തിക്കൊന്നു. അപ്പോൾ രാക്ഷസത്വം കാണിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം വേണമെങ്കിൽ അതിന് രീതിയുണ്ട്. ഒരു കുഞ്ഞിനെ നാം വളർത്തിക്കൊണ്ടുവരണം. കുഞ്ഞ് തെറ്റ് കാണിച്ചാൽ കുഞ്ഞിനെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പോലെയാവും. കുഞ്ഞിനെ കണ്ടാൽ ഞാൻ ഗുഡ് മോർണിംഗ് പറയണം, കുഞ്ഞ് കാലം പൊക്കിയിരിക്കും. അത് എൻ്റെ കാലത്ത് അങ്ങനെ നടന്നില്ല. എന്തുകൊണ്ട്? അവർക്കൊരു അനുസരണ ഉണ്ടായിരുന്നു. അനുസരണ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ബഹളം കാണിച്ചാൽ ഗുണം. അതിൻ്റെ ഒരു ഇതാണ്, ഒരാഴ്ച മുമ്പേ HBO-യിൽ നിക്കോളസ് ആൻഡ് അലക്സാണ്ട്ര എന്നൊരു സിനിമ കാണിച്ചു. ഒടുക്കലത്തെ റഷ്യൻ രാജാവിൻ്റെ കഥയായിരുന്നു. അദ്ദേഹത്തിനെ ഒടുക്കം പിടിച്ചിട്ട് അദ്ദേഹത്തിനെ ഒരു ചെറിയ മുറിയിലിട്ട് തോക്കിൻ്റെ അറ്റം കൊണ്ട് ഇടിച്ചു കൊല്ലുകയായിരുന്നു. ഭാര്യയും കൊന്നു, എല്ലാവരെയും കൊന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ എല്ലിനെ എവിടെ നിന്നോ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തിരിച്ച് ലെനിൻഗ്രാഡിനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആക്കി ബഹുമാനത്തോടു കൂടി അത് കുഴിച്ചു വെച്ചു. അതെന്തിനും ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു ആവശ്യം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ അതിൻ്റെ ന്യായനീതി പ്രകാരം ചെയ്യണം. ബലാത്കാരം ചെയ്താൽ അത് എപ്പോഴും ബലാത്കാരം തിരിച്ചു വരും. ഇപ്പോൾ ഇതൊരു നല്ല സാധനമാണ്, അതിനെ വാങ്ങിക്കാൻ ചിലപ്പോഴെങ്കിൽ വാങ്ങിക്കണം. അത് എടുത്തുകൊണ്ട് പോയാലോ അപ്പോൾ മോഷണമാവും. അതേ സ്ഥിതിയുള്ളൂ. അത് ആ ആവശ്യമില്ലായിരുന്നു. ആ കാര്യം വേണ്ട രീതിയിൽ ചെയ്ത് നടത്താമായിരുന്നല്ലോ. അപ്പോൾ എവല്യൂഷനാണ് വേണ്ടത്, റെവല്യൂഷൻ അല്ല. അത്രയേ ഉള്ളൂ. അല്ല, ഇപ്പോൾ ചില പുസ്തകത്തിൽ പറയുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഇതൊരു അലിഗേഷൻ പോലെ മഹാരാജാവിനും അന്നുണ്ടായ ചീത്ത കാര്യങ്ങളൊക്കെ CPയുടെ പേരിലും ആണ് ഇപ്പം അടിച്ചേൽപ്പിക്കുന്നതെന്ന്. അപ്പം CP ഈസ് എ മച്ച് മെലൈൻഡ് പേഴ്സൺ ആണോ അതോ വളരെ മച്ച് മിസ്അണ്ടർസ്റ്റുഡ് ആണോ? എങ്ങനെ വിലയിരുത്താൻ പറ്റും നമ്മൾ ശരിക്കും അന്നത്തെ ആ ഒരു കാലഘട്ടത്തെ? അദ്ദേഹം ഒരു നല്ല വക്കീലായിരുന്നു, നല്ല വരവുള്ള ഒരു ആളായിരുന്നു. അദ്ദേഹം ജഡ്ജിയായില്ല. അദ്ദേഹം വൈസ്രോയ്സ് കൗൺസിൽ വരെ പോകാൻ ഒക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് തിരുവിതാംകൂർ ദിവാൻഷിപ്പ് വലിയൊരു അഭിമാനമുള്ള കാര്യമായിരുന്നു. പലർക്കും ഇതൊരു വലിയൊരു ഒരു മെഡൽ കിട്ടുന്ന പോലെയാണ്. ഇവിടെ വന്നു 35-ൽ അദ്ദേഹം ഒരു അഡ്വൈസറായിട്ട് വന്നു. 36 ദിവാനായി. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഈ ചെറിയ രാജ്യത്തിൽ ചെയ്ത് ഇതിനൊരു മാഹാത്മ്യം ഉണ്ടാക്കണമെന്ന് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രചാരം ഒരാൾ സംസാരിച്ച് പറയുന്നതാണ്
പേപ്പർ വായിക്കുന്നവരല്ല. ലോകത്തിലുള്ള വലിയ ആളൊക്കെ ആ കാലത്ത് തിരുവിതാംകൂർ വന്നിട്ടുണ്ട്. അവരാണ് വെളിയിൽ പോയി ഈ രാജ്യം ഇവിടെ ഉണ്ടെന്നും അതിനൊരു വിശേഷത ഉണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കിയത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു 4 ദിവസം മുമ്പേ മാതൃഭൂമിയിലൊരു കാർട്ടൂൺ മാതിരി ഒരു ലേഖനം ഉണ്ടായിരുന്നു. സർ CP നിൽക്കുന്നു, കുറേ ബിഷപ്പന്മാരൊക്കെ ചുറ്റും നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി ഇവിടെ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഇത്രയും വലുപ്പത്തിലൊരു കാസ്കറ്റ് കൊടുത്തു. അപ്പോൾ അത് സാധാരണ മരത്തിൽ ചന്ദനത്തിലോ ആയിരിക്കും. അപ്പോൾ കൈ വാങ്ങിച്ചപ്പോൾ അതിന് കുറച്ച് ഭാരം കൂടുതലായിട്ട് തോന്നി. അത് തുറന്നു. അപ്പോൾ അതിനകത്ത് 101 പവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൈക്കൂലിയാണ്. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അതിൻ്റെ ഒരു ഇത് പേപ്പറിൽ നിന്ന് ഞാൻ പറയുകയാണ്, അതിൻ്റെ ഒരു കോപ്പി കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ നേപ്പിയർ ഗവൺമെൻറ് മ്യൂസിയത്തിൽ കൊടുത്തു. താനത് എടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നിയില്ല. മനുഷ്യനാണെങ്കിൽ എത്ര നല്ലയാണെങ്കിലും എന്തെങ്കിലും ഒരു മനുഷ്യത്വം കാണാണ്ടിരിക്കില്ല, എത്ര ചീത്തയാണെങ്കിലും കുറച്ച് മനുഷ്യത്വം കാണാണ്ടിരിക്കില്ല. അപ്പോൾ എല്ലാവരുടെ പേരിലും കുറ്റവും നല്ലതും കാണും. അപ്പോൾ അന്ന് ഒരു ബഹളം ഉണ്ടാക്കിയെന്നല്ലാണ്ട് കുറച്ചുകൂടെ ഇരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഇതിൽ കൂടുതലൊരു പുരോഗതി ഉണ്ടാകുമായിരുന്നു. എന്നെ സംബന്ധിച്ച് അതിന് വലിയ ഒരു സ്നേഹം ഉള്ളൊരു ആളായിരുന്നു. എനിക്ക് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഇതാണ് വലിയ ഇഷ്ടം, വാച്ച് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അന്നാലും എനിക്ക് വാച്ച് വാങ്ങിച്ചു തരില്ല. അപ്പോൾ പിയർ ആൻഡ് സൺസ്, റെൻ ബെനറ്റ് ഇവരൊക്കെ കാറ്റലോഗ് അയക്കും. അപ്പോൾ അതിലൊക്കെ ഈ സൈസിൽ തന്നെ വാച്ചിൻ്റെ പിക്ചേഴ്സ് കാണും. അപ്പോൾ 12 വെട്ടിയെടുക്കും, എന്നിട്ട് ഒരു തുണി ഒട്ടിക്കും, അത് കൈ കെട്ടും, ഓരോ മണിക്കൂർ മാറ്റിയാൽ മതി. അദ്ദേഹം ഒരിക്കൽ വന്നിട്ട് എന്തോ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിപ്പോൾ വാച്ചാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ അദ്ദേഹം മദ്രാസിൽ വന്നപ്പോൾ ഒരു ഓവർകോട്ട് ഇട്ടുകൊണ്ട് വന്നു. ചൂടാണല്ലോ. അപ്പോൾ അതിൻ്റെ പാക്കിലൊന്നും എടുത്തുണ്ടാന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഇതൊരു റോളെക്സ് പ്രിൻസ്. ഇപ്പോൾ ഒരു കളക്ടേഴ്സ് ഐറ്റമാണ്. ഇപ്പോൾ റോളെക്സ് പ്രിൻസ് കിട്ടുകയാണെങ്കിൽ ഒരു 40-50,000 റുപ്പീസ് കിട്ടും. അതാണ് ആദ്യം എനിക്ക് കിട്ടിയൊരു വാച്ച്. ഒരു കാര്യത്തിലും എനിക്ക് അദ്ദേഹമായിട്ടൊരു വിപരീതമായിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ലെക്ചർ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പ്രായത്തിൻ്റെ ഇതുകൊണ്ട് കാര്യം ഈ രാജ്യകാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം അധികം വന്നിട്ടില്ല. എന്നല്ലാണ്ട് വളരെ സ്നേഹമായിട്ട് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളൂ. റോയൽ ഫാമിലി ധാരാളം ഇൻഡസ്ട്രീസ് ഒക്കെ കേരളത്തിൽ ഇവിടെ ഒരുപാട് സ്ഥാപിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗവൺമെൻറ് അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കഴിഞ്ഞ് അതൊക്കെ ഏറ്റെടുത്തു. ഇന്നിപ്പോൾ പലതും തിരിച്ചു വയ്ക്കുകയാണ് പ്രൈവറ്റ് സെക്ടറിലേക്ക്. ഇതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആദ്യം തുടങ്ങുമ്പോൾ ആൾക്കൊരു സംശയം വരും. അപ്പോൾ ഗവൺമെൻറ് തുടങ്ങണം, അത് ഒരു വിധം കാൽ ഉറച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുമല്ലോ, അപ്പോൾ പ്രൈവറ്റ് ആക്കി കൊടുക്കണം. ആദ്യം ആളുകൾക്ക് വരാനായിട്ട് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കണം. പിന്നെ ആളുകൾ തന്നെ നടത്തണം. നമുക്കുള്ള സ്നേഹവും ശ്രദ്ധയും ഒരു പലരും കൂടെ വിചാരിച്ചാൽ അത് ശ്രദ്ധ വരില്ല. അപ്പോൾ അതുമായിട്ടൊരു കുറേ മണിക്കൂറിലേക്ക് ചിലവാക്കുന്നതല്ലാണ്ട് അതിൻ്റെ രാത്രിയിൽ എണ്ണ ചിലവാക്കി വായിക്കേണ്ട ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്ന കാലം ഒരു പബ്ലിക് ബോഡിക്ക് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ITDC പോലത്തെ ഇപ്പം കൊടുക്കുന്നത് നല്ലതെന്നാണോ അങ്ങക്ക് തോന്നുന്നത്? ഇങ്ങനെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് അതാണ് നല്ലത്. പക്ഷേ അതിനെ അബദ്ധം കാണിച്ച് നമുക്ക് ചീത്തപ്പര വരാണ്ടിരിക്കാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ISI മാർക്കറ്റെ ഇത് വെളിയിലാക്കാൻ പോകുമെന്ന് പറയുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. കാശ്മീരിൽ വലിയ കുഴപ്പമാണ്. കാശ്മീർ കഴിഞ്ഞാൽ പണ്ഡിറ്റ്ജി പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് കേരളമാണ്. അപ്പോൾ സത്യത്തിൽ നേരെ മറിച്ചാണ്. നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ കാശ്മീർ. അപ്പോൾ ആ സമയം കളയരുത്. കളഞ്ഞ പിന്നെ തിരിച്ചു കിട്ടില്ല. തിരുവിതാംകൂറിലെ റോയൽ ഫാമിലി വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ വലുത് പ്ലാൻ ഉണ്ടോ? അതെന്താ ഇപ്പോൾ ചെയ്യാനുള്ള ഒരു അടുത്ത പ്ലാൻ? പ്ലാൻസ് ആർ ബീങ് കട്ട് ടു സൈസ്. പണ്ട് 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിനൊരു 15,000-16,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ കോർപ്പസിനെ ചിലവാക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ 8 അപ്പോൾ സഹായിക്കാനുള്ളത് കുറഞ്ഞു, സംഖ്യ കുറഞ്ഞു, സാധനങ്ങളുടെ വില കൂടി. പണ്ട് ഇത് തുടങ്ങിയപ്പോൾ ആർക്കൊരു ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ഒരു 20,000 രൂപ കൊടുത്താൽ മതി. ഇപ്പോൾ 1,20,000 വേണം. അപ്പോൾ എത്ര രൂപ ചികിത്സിക്കാനൊക്കെ? എന്നിട്ടും ഒരു 30-35 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊല്ലം. പഠിപ്പിക്കാനും സ്കോളർഷിപ്പ് കൊടുക്കാനും ചികിത്സിക്കാനും എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തോത് കുറയുന്നു, ഇത് അങ്ങോട്ട് എത്തുന്നില്ല. പത്മനാഭദാസനായ അങ്ങയുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് അങ്ങയുടെ ബന്ധം എന്താണെന്നൊന്ന് പറയാമോ? അതേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഈ ഒരു ചിന്തയെ ഇന്നല്ല ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പ്രകാരം
ആദ്യത്തെ മഹാരാജാവിൻ്റെ ഹിസ്റ്റോറിക്കൽ പേരുള്ളത് 600 AD അയ്യനടികൾ തെരുവടികൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ഒരു കുടുംബത്തിലെ കാരണവനോ അല്ലെങ്കിൽ രാജാവിനോ ഈ ഒരു ബന്ധം മാറിയിട്ടില്ല. അത് പാരമ്പര്യമായിട്ട് തെറ്റാണ്ട് ഇതുവരെ നടന്നിട്ടുണ്ട്. അത് ഇനിയും നടക്കണമെന്നുള്ള ആഗ്രഹം എന്നും മനസ്സിലുണ്ട്. അത് ഈശ്വരൻ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ ഒറ്റക്കൽ മണ്ഡപത്തിൽ എന്താണ് ആരെയും അവിടെ നമസ്കരിക്കാൻ സമ്മതിക്കാത്തത്? എല്ലാവർക്കും നമസ്കരിക്കാം, പിന്നെ പോകാൻ ഒക്കില്ല, അവിടുത്തെ ആവും. അതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് അല്ലേ? അത് എല്ലാവർക്കും എന്താ കാര്യം അറിഞ്ഞൂടല്ലോ. അത്രേ ഉള്ളൂ. അതിൻ്റെ അവിടെ എന്ത് വീണാലും ഭഗവാന്റെയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 56 ദിവസം കഴിഞ്ഞാൽ ആദ്യം അമ്പലത്തിൽ കൊണ്ടുപോകും. ഒരു വയസ്സാകുമ്പോൾ അവിടെ കൊണ്ടുപോയി തറയിൽ വെറുതെ കിടത്തും. അപ്പോൾ അടിമയാവുകയാണ്. അപ്പോൾ ഭഗവാന്റെ സ്വത്തായി. അപ്പോൾ ഇതെപ്പോൾ അവിടെ പോയി വീണാലും പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും കൂടെ പോയി പിന്നെ ആർക്കും പിന്നെ വീട്ടിൽ പോകാൻ നോക്കില്ലല്ലോ. അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ പല റോയൽ ഫാമിലീസും രാഷ്ട്രീയത്തിൽ പോകുന്നുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിൽ ആരും പോയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് അങ്ങനെ പറയാമോ? ഇപ്പം പട്യാല ആയാലും ഇപ്പം സിന്ധ്യ പല പ്രാവശ്യവും അത് പറഞ്ഞിട്ടുണ്ട്. പോളിറ്റിക്സ് പഠിച്ചുകൊണ്ടാണ് നമ്മളുടെ വളരെ ഒരു അത്ഭുതമായിട്ടുള്ള ആളാണ് ചക്രവർത്തി രാജഗോപാലാചാരി. അദ്ദേഹത്തിനെ ചീഫ് മിനിസ്റ്ററായിട്ട് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഗവർണർ ജനറലായിട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ സ്വതന്ത്ര പാർട്ടി ലീഡറായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഞാനിവിടെ ഒരു വിമാനത്തിൽ തിരുവനന്തപുരത്ത് വരികയായിരുന്നു. അദ്ദേഹം ആളയച്ചു, ഞാൻ അടുത്ത് പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ പോളിറ്റിക്സിൽ ചേരാത്തത്? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനൊരു മറുപടി ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഈ എവിടെയും വെച്ചാൽ ഞാൻ നോമിനേഷൻ പേപ്പർ സൈൻ ചെയ്ത് തരാം. എന്താ സംശയം? ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ ജനിച്ചിരിക്കുന്ന ഒരാവശ്യത്തിലേക്കേ ഉള്ളൂ, ഭഗവാനെ സേവിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ആർക്കും ദേഷ്യമില്ല. പോളിറ്റിക്സിൽ ചേർന്നാൽ ആർക്കെങ്കിലും ദേഷ്യം വരും, കുറേ പേർക്ക് ഇഷ്ടവും വരും. അത് നമുക്ക് വേണ്ട, ചേരണ്ടെന്നും പറഞ്ഞു. ഇത്ര നേരം താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.